السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر طريق. ونحن اليوم في الدورة الثانية من دروس اللغة العربية لغير الناطقين بها، وسنبدأ اليوم الدرس الثامن عشر من الجزء الثاني. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ രണ്ടാം സെമസ്റ്ററിലെ 18ാമത്തെ പാഠമാണ് നാം ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഇതില് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാരണം പറയുന്ന ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ അൻ വന്നപ്പോൾ നസ്ബ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അല്ലെ, കാരണം പഠിക്കുന്ന ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഇതിലും വരുന്നത്. അതിന്റെ സ്ത്രീലിംഗ രൂപങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. സ്ത്രീലിംഗ രൂപങ്ങളാണ് പഠിക്കാനുള്ളത്. അതേപോലെ ഇന്ന് ഒരു പ്രയോഗം, നമുക്ക് സെന്റൻസിന്റെ ഒരു പ്രയോഗം പഠിക്കാനുണ്ട്. ഒരു വാക്യത്തിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഒരക്ഷരമാണ് വരുന്നത്, പക്ഷെ അതൊരു യൂസേജ് ആയിട്ടാണ് വരുന്നത്. ഞാനും നീയും ഒരുപോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, നിനക്ക് പ്രത്യേകത ഒന്നുമില്ല, ഞാനും നീയും ഒരേ സ്റ്റാറ്റസിലുള്ള ആളാണ്. അങ്ങനെ ഒരു പ്രയോഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതൊന്ന്. മറ്റൊന്ന്, കുല്ല് പറയുന്ന കുല്ലിന്റെ പ്രയോഗം. കംപ്ലീറ്റ്ലി എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലുള്ള കുല്ലിന്റെ പ്രയോഗം. പിന്നെ വിളിക്കാനുള്ള അഡ്രസ് ചെയ്യാനുള്ള യായുഹല്ലദീനാമനു എന്നൊക്കെ പറയുമല്ലോ, അപ്പൊ അവിടെയുള്ള വിളിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? വിളിച്ചു. എന്തായിരുന്നു വിളിച്ചു എന്ന് പറയാൻ എന്താ വാക്ക്? നാദ എന്ന് പറയാം, പക്ഷേ നാദ എന്നാണ് സാധാരണ ഗതിയിൽ വരിക. ദ എന്ന് പറയുമ്പോൾ ക്ഷണിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, ആ അർത്ഥത്തിലുള്ള വിളിയാണ് ദ വരുന്നത്. അതല്ലെങ്കിൽ നാദ എന്നാണ് പറയുക, നാദ വിളിച്ചു. അപ്പൊ നാദ വിളിച്ചു, നാദയുടെ ക്രിയാധാതു എന്തായിരിക്കും? വിളി. അപ്പൊ നിദാഇന് വേണ്ടിയുള്ള ഹർഫുൻ നിദ എന്നൊക്കെയാണ് പറയുന്നത്. അത് പഠിക്കാനുണ്ട്. അതേപോലെ ഹാദിഹി നമ്മൾ സാധാരണ തുടക്കത്തിൽ ഹാദിഹി ഉപയോഗിക്കും. ഹാദിഹി ഇടയിൽ വരുന്ന ഒരു പ്രയോഗം, ഇടയിലല്ല അവസാനം വരുന്ന ഒരു പ്രയോഗം. അപ്പൊ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അതായത് കുറെ സംഗതികൾ നമുക്ക് പ്രയോഗിച്ച് പഠിക്കാനുണ്ട്, യൂസ് ചെയ്ത് പഠിക്കാനുണ്ട്. അതാണ് ഇതിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം ആദ്യമായിട്ട് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ അല്ല അണ്ടർലൈൻ ചെയ്യേണ്ടത്. രണ്ടാമത് കേൾക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഈ വക കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് പാഠം രണ്ടാമത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ ഈ പാഠത്തിൽ ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. الدرس الثامن عشر. حامد لزوجته. حامد لزوجته. يقول حامد لزوجته. ഹാമിദ് തന്റെ ഇണയോട് പറയുന്നു. സൗജത്ത് എന്ന സ്ത്രീലിംഗം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞ ഭാര്യ എന്ന് പറയും. ഇവള് പറയുകയാണ്, അയിന തുരീദീന അൻ തദ്ഹബി. അപ്പൊ നേരത്തെ നമ്മള് നെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മള് അഫ്ആൽ ഖംസ എന്ന് പഠിച്ചിട്ടുണ്ട്. അഫ്ആൽ ഖംസ ഏതൊക്കെയാണ്? ആനി ഈന ഊന വരുന്ന രൂപങ്ങളാണ് അഫ്ആൽ ഖംസ. ആനി ഈന ഊന വരുന്ന രൂപങ്ങളാണ് അഫ്ആൽ ഖംസ.
അപ്പൊ അഫ്ആൽ ഖംസയിൽപ്പെട്ട ഒരു രൂപമാണ് നമ്മൾ പുല്ലിംഗ രൂപങ്ങളൊക്കെ പഠിച്ചു. അതിലെ ഒരു രൂപമാണ് തദ്ഹബീന. ആനി ഈന ഊന വരുമല്ലോ. അപ്പൊ ദഹബ എടുത്താൽ ദഹബ യദ്ഹബ്, യദ്ഹബുല് യദ്ഹബൂന നമ്മൾ പഠിച്ചായിരുന്നു. അതേപോലെ തദ്ഹബൂന പഠിച്ചു, തദ്ഹബൂനയും പഠിച്ചു. അതിനിടയിലുണ്ട് എന്തുണ്ട്? അതേപോലെ ഹിയ തദ്ഹബു, ഹിയ വരുന്നിടത്ത് അല്ല അൻത തദ്ഹബു, നീ പോകുന്നു. അൻത തദ്ഹബു. അൻതി ആണെങ്കിലോ തദ്ഹബീന, ഹിയ അല്ല. അൻത ഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ അവളാണ്, ഹിയ തദ്ഹബു എന്ന് പറയും. അതേസമയം അൻത തദ്ഹബു, നീ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ പോകുക, നീ ഒരു സ്ത്രീ പോകുന്നു എന്ത് പറയും? തദ്ഹബീന. അൻത തദ്ഹബു, അൻതി തദ്ഹബീന. ഓക്കെ. അപ്പൊ നമ്മള് ഏത് ക്രിയയാണ് പഠിക്കുന്നത്, ആ ക്രിയയുടെ 21 രൂപങ്ങൾ വലിയ പേപ്പറിൽ എഴുതണം. A4 സൈസിൽ ഗ്യാപ്പിട്ടിട്ട് എഴുതണം. A4 സൈസിൽ നമ്മൾ സാധാരണ എപ്പോഴും എഴുതുന്നതാണ് വളരെ സേവ് ചെയ്യണം, എല്ലാം സേവ് ചെയ്യണം. ഇങ്ങനെ മുബദ്ദിരിനൊക്കെ യഹ്വാനം ചെയ്യാതെ ദുർവ്യയം ചെയ്യുന്നവർ ശൈത്താന്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. പേപ്പറിൽ ഞെരുക്കി എഴുതും. ഞാൻ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര പേജ് എഴുതാൻ പറ്റുമോ, ലൈൻ എഴുതാൻ പറ്റുമോ അത്രയും ലൈൻ എഴുതും. ഇപ്പൊ ലൈൻ ഇല്ലാത്ത ബുക്കുമാണ്. ഇനി അഥവാ ലൈനുള്ള ബുക്ക് വാങ്ങിയാലും 2 ലൈനിന്റെ ഇടയിൽ പിന്നെ ഒരു ലൈൻ കൂടെ എഴുതും. അന്നൊക്കെ നോട്ട്ബുക്ക് വാങ്ങാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്റെ ഒരു ഐഡിയ എന്റെ മനസ്സിൽ വന്നുകൊണ്ട് ഈ 2 പേരുടെ ഇടയിൽ അങ്ങനെയൊന്നും അല്ല പഠിക്കുമ്പോൾ എഴുതേണ്ടത്. പഠിക്കുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 21 രൂപങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതും. ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പൊ ഇടയിൽ ഗ്യാപ്പ് വന്ന ഭാഗത്ത് ആദ്യം നമ്മൾ വലിയ അക്ഷരം കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെണ്ണ് കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ ഇടയിൽ നമ്മൾ പഠിക്കാത്ത രൂപങ്ങൾ. അപ്പോ അൻത, അപ്പൊ തദ്ഹബു യദ്ഹബു യദ്ഹബൂന, തദ്ഹബു തദ്ഹബൂനയുണ്ട്. അപ്പൊ തദ്ഹബൂനയുടെ ഇടയിൽ എന്ത് ചെയ്യണം? ഗ്യാപ്പ് ഇട്ട് എഴുതണം. A4 സൈസ് പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് പറ്റും. കുറെ അധികം സ്ഥലം ഇട്ടേക്ക്. അതിന്റെ ഇടയിലൊക്കെ വേറെ പലതും എഴുതാനുണ്ട്. നമുക്ക് അതിന്റെ ഇടയിൽ വേറെ പലതും എഴുതാനുണ്ട്. നമ്മൾ 14 + 14 28 രൂപങ്ങൾ പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൽപ്പനക്രിയ വരുമ്പോഴും അതിലധികം രൂപങ്ങൾ. അപ്പൊ എന്ത് ചെയ്യുക? ഇടയിൽ നല്ലോണം ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുക. പഠിച്ച രൂപങ്ങൾ ഒരു കളറിൽ കട്ടിയുള്ള പെന്ന് വെച്ച് എഴുതുക. കട്ടിയുള്ള പെന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. പൈസ കൊടുത്തിട്ട് കട്ടിയുള്ള പെന്ന് കിട്ടും. അത് ഒന്നിൽ സ്കെച്ച് പെന്ന് വാങ്ങിക്കുക, അതല്ലെങ്കിൽ കാലിഗ്രാഫി പെന്ന് വാങ്ങുക, അല്ലെങ്കിൽ മാർക്കർ വെച്ച് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ മാർക്കർ വെച്ച് എഴുതുകയാണെങ്കിൽ വലിയ ചാർട്ട് പേപ്പർ വാങ്ങിക്കും. പൈസ ചിലവഴിക്കേണ്ട എന്തിനെന്ന് ചോദിച്ചാൽ ഇൽമ് സമ്പാദിക്കുന്നതിനാണ്. 1. 2, ആ ഇൽമ് ഖുർആനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന് എത്ര പൈസ ചിലവഴിച്ചാലും കുഴപ്പമില്ല. നമ്മൾ വേറെ പലതിനും ചിലവഴിക്കുന്നുണ്ട്. ഡ്രസ് എടുക്കാൻ ചിലവഴിക്കുന്നുണ്ട്, നമ്മളെ മുഖം മിനിക്കാൻ ചിലവഴിക്കുന്നുണ്ട്, നമ്മളെ ശരീരത്തിന്റെ ബാഹ്യമായ രൂപങ്ങൾ, പുറത്ത് കാണുന്ന രൂപങ്ങളൊക്കെ മിനുക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനൊക്കെ പണം ചിലവഴിക്കുന്നുണ്ട്. അതിലൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ മനസ്സ് നന്നാക്കുന്നതിന് വേണ്ടി, വിജ്ഞാനം സമ്പാദിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ പലരും ചിലവഴിക്കുമ്പോഴത്തേക്ക് ഒരു പുസ്തകത്തിന് 250 രൂപയാണെന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്ക് കൊടുക്കില്ലെന്ന്. അത് ഞാൻ പോകുന്നില്ല, ഉദാഹരണം പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യണം? വിജ്ഞാനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഖുർആനിക വിജ്ഞാനങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് കാശ് ചിലവാക്കി കുറച്ച് ചെയ്യണം. കാശ് ചിലവാക്കി പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഗൗരവം കിട്ടും, അതിന് കാര്യഗൗരവം ഉണ്ടാവും. എങ്ങനെ എഴുതുക? നമ്മൾ പഠിച്ച 21 രൂപങ്ങൾ ഒരു കളർ കൊണ്ട് എഴുതുക. ഇടയിൽ നമ്മൾ പഠിക്കാത്ത രൂപം, പുതുതായിട്ട് പഠിക്കുന്ന രൂപം നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഉദാഹരണം തദ്ഹബീന, തദ്ഹബൂന നിങ്ങൾ പോകുന്നു കേട്ടോ. തദ്ഹബു നീ പോകുന്നു, തദ്ഹബൂന നിങ്ങൾ പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത് വരുന്നത്. തദ്ഹബു നീ പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിന്റെ താഴെ തദ്ഹബീന നീ ഒരു സ്ത്രീ പോകുന്നു. തദ്ഹബീന. അപ്പോ എന്ത് ചെയ്തു? ആനി ഈന ഊന വരുന്ന രൂപങ്ങളിൽ നൂൻ വെട്ടിക്കളയുന്നതാണ് എന്ത്? അൻ വന്നാലുള്ള പ്രവൃത്തി. അൻ വന്നാൽ സാധാരണ നമ്മൾ പഠിച്ചത് ഏകവചനത്തിലാണെങ്കിൽ പത്ത കൊടുക്കണം, ബഹുവചനത്തിലാണെങ്കിൽ ഊനയുടെ ഞാളാണ്. അപ്പൊ ഈന വരുന്നിടത്തും ഇത് തന്നെയാണ് നിയമം. അയിന തുരീദീന,
അൻ തദ്ഹബി. തുരീദീൻ അങ്ങനെ വന്നു. അത് അറാദയുമായി ബന്ധപ്പെട്ടതാണ്. അത് അറാദ യുരീദു ഇത് എന്താണ് നമ്മൾ എന്ത് പിന്നെ തദ്ഹബീന എന്ന് പറഞ്ഞ പിന്നെ എന്താണ് 3 അക്ഷരങ്ങൾ മാത്രമുള്ളതാണ്. തുരീദീൻ എന്താണ്? അറാദ 5 ഗ്രൂപ്പാണ്. അറാദ, യുരീദു. തുരീദു ഹുവ തുരീദു, അൻതുന്ന തുരീ അല്ല പിന്നെ അൻത സോറി അൻതി തുരീദീന, അൻതി തുരീദീന. അൻ തദ്ഹബീന, അൻതി തുരീദീന, അൻ തദ്ഹബീന. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് 3 അക്ഷരക്രിയ ആയതുകൊണ്ടാണ് ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ദഹബയിലെ ചാർട്ടാണ് ആദ്യം എഴുതേണ്ടത്. എഴുതിയിട്ട് അതിലെന്ത് ചെയ്യുക? തദ്ഹബീന എന്ന ഭാഗം അവിടെ വേറൊരു കളർ കൊണ്ട് എഴുതണം. അപ്പൊ നമ്മൾ പഠിക്കാത്തതാണ്, അവിടെ ചെറുതായിട്ട് എഴുതാം. അപ്പൊ അൻ വന്നപ്പോ എന്ത് ചെയ്തു? അൻ വന്നപ്പോൾ ഞാൻ വെട്ടി. അനീന ഊന ഉള്ളതാണ് എന്ത്? അഫ്ആൽ ഖംസ എന്ന് പറയും, പഞ്ചക്രിയകൾ. ഏതൊക്കെയാണ് പഞ്ചക്രിയകൾ? യദ്ഹബു കഴിഞ്ഞിട്ട് യദ്ഹബൂന 1, തദ്ഹബൂല് തദ്ഹബൂന 2, പിന്നെന്താ? യദ്ഹബു യദ്ഹബാനി, യദ്ഹബാനി. യദ്ഹബുവിന്റെ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ദ്വിവചനമുണ്ട്, യദ്ഹബാനി. അതേപോലെ തദ്ഹബു തദ്ഹബാനി. അപ്പൊ എത്രയായി? തദ്ഹബാനി 2. ഹുവയുടെ കൂടെ ഹുമാ യദ്ഹബാനി. അപ്പൊ യദ്ഹബാനിയിലെ ദ്വിവചനത്തിന്റെ 1, തദ്ഹബാനിയിലെ ദ്വിവചനത്തിന്റെ 1. ഊന ഉള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോ ആനിയുള്ളത് 2 എണ്ണം, ഊനയുള്ള 2 എണ്ണം, ആനിയുള്ള 2 എണ്ണം. എത്രയായി? 4. അഞ്ചാമത്തെ രൂപ ഏതാ? ഈന ഉള്ള 1 രൂപം. തദ്ഹബീന, തുരീദീന. ഓക്കെ. ബഅദ സ്വലാത്തിൽ അസ്ർ. ബഅദ സ്വലാത്തിൽ അസ്ർ. അസ്ർ നമസ്കാരത്തിന് ശേഷം നീ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് എവിടെ പോകണം? ആമിനത്തു ഉരീദു അൻ അസൂറ ജാറത്തന. ഞാൻ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു? അൻ അസൂറ. എന്താർത്ഥം? ഞാൻ സിയാർത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആരെ? ജാറത്തന. ജാറത്ത് ആരാണ്? ജാറത്തുൻ. ജാറത്തുൻ. ജാറുൻ ആരാ? ജാറുൻ ആരാണ്? ജാറത്തുൻ ആരാണ്? ജാറുൻ പഠിച്ചില്ല. ജാറുൻ പഠിച്ചില്ലേ? പഠിച്ചതായിട്ട് ഓർമ്മയില്ല. അപ്പൊ ജാറത്തിന്റെ പുല്ലിംഗമാണ് ജാറുൻ. ജാറുൻ എന്ന് പറഞ്ഞാൽ നെയ്ബർ. നെയ്ബർ. ഇപ്പൊ ജാറത്തിൻ അതിന്റെ സ്ത്രീലിംഗം. അസൂറ ജാറത്തന. അൻ വന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്? അസൂറ എന്ന് പത്തെടുത്ത് കൊടുത്തത്, അഥവാ നസ്ബി ചെയ്തത്. ജാറത്തന നമ്മുടെ അയൽവാസിയെ കാണാൻ വിസിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലത്തി ജാറത്തിനി അംസ്. അല്ലത്തി അവൾ. അല്ലത്തി എങ്ങനെയുള്ളവളാണ് അവൾ? ജാറത്ത് നീ എന്നെ സന്ദർശിച്ചു കഴിഞ്ഞു. അംസ് ഇന്നലെ. ഹു ഹാസ് വിസിറ്റഡ് മീ യെസ്റ്റർഡേ. ഇന്നലെ എന്നെ വിസിറ്റ് ചെയ്ത നമ്മുടെ അയൽവാസിയെ കാണാൻ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹാമിൽ അയുംകിനുകി അൻ തർജിഇ ഖബ്ല സ്വലാത്തുൽ മഗ്രിബി. അപ്പൊ നേരത്തെ തദ്ഹബീന് ചെയ്തു, അണ്ടർലൈൻ ചെയ്തു. തദ്ഹബീനയുടെ ഞാൻ കളഞ്ഞിട്ട് നസ്ബ് ചെയ്തു. അപ്പൊ നസ്ബ് ചെയ്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ കളഞ്ഞിട്ടാണ് നസ്ബ് ചെയ്തത്. കാരണം അത് അഫ്ആൽ ഖംസയിൽ പെട്ടതാണ്. അപ്പോ ഹാമിദ് ചോദിച്ചു അയുംകിനുകി. എന്താണ് ഈ പ്രയോഗം? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? എന്താണ്? ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു ഓർ ക്യാൻ യു?
സ്ത്രീലിംഗമായതുകൊണ്ട് സ്ത്രീയോടായതുകൊണ്ട് യുംകിനുക്കി അൻ തർജിഇ. അപ്പോ യർജിഉ യർജിഊന, തർജിഉ തർജിഊന, അർജിഉ നർജിഉ ആണുള്ളത്. അപ്പൊ തർജിഉ നീ മടങ്ങുന്നു, ഒരു പുരുഷൻ. തർജിഈന നീ ഒരു സ്ത്രീ മടങ്ങുന്നു. അൻ തർജിഈന. അപ്പോ അൻ വന്നപ്പോ എന്ത് ചെയ്തു? ഞാൻ കളഞ്ഞിട്ട് തർജിഈ എന്നാക്കി. ആ യുംകിനുക്കി അൻ തർജിഈ ഖബല സ്വലാത്തുൽ മഗ്രിബി. മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് മടങ്ങാൻ പറ്റുമോ? ആമിനത്ത് യുംകിൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു, ഇവിടെ യുംകിനു എന്ന വാക്കിൽ ടെൻസ് നോക്കുന്നില്ല. യുംകിനു എന്ന വാക്ക് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിനക്ക് എന്ന് ഒരു പെണ്ണിനോടാണ് പറയുന്നതെങ്കിൽ യുംകിനുക്കി. എനിക്ക് എന്ന് പറയും യുംകിനു നീ എന്ന് പറയാം. പക്ഷെ ഇവിടെ യുംകിനു നീ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. യുംകിൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പോസിബിൾ ഇൻഷാ അല്ലാഹ്. ഹാമിദ് അർജു അൻ തഗ്സിലി ഖമീസ. അപ്പോ തർജിഇ അടയാളപ്പെടുത്തി, രണ്ടാമത് വേഗം അടയാളപ്പെടുത്തിയാലും മതി. തദ്ഹബി അടയാളപ്പെടുത്തി, അതേപോലെ തഗ്സിലി അടയാളപ്പെടുത്തി. തഗ്സിലി എവിടെ നിന്നാ വന്നത്? അൻ ഇല്ലെങ്കിൽ തഗ്സിലീന എന്നാണ്. അപ്പൊ ഗസലയാണ്, ഗസല ആണ് ക്രിയ. ഗസല അവൻ കഴുകി, ഗസലു അവർ കഴുകി, ഗസൽത്ത നീ കഴുകി, ഗസൽത്തും നിങ്ങൾ കഴുകി. അപ്പൊ ഗസൽത്ത നീ ഒരു പുരുഷൻ കഴുകി എന്നാണ്. ഓക്കെ. അപ്പൊ യഗ്സിലു വരുമ്പോൾ യഗ്സിലു അവൻ കഴുകുന്നു, യഗ്സിലൂന അവർ കഴുകുന്നു, തഗ്സിലു നീ കഴുകുന്നു, നീ ഒരു പുരുഷൻ കഴുകുന്നു. അപ്പൊ ഒരു പെണ്ണാണ് കഴുകുന്നതെങ്കിൽ നീ ഒരു പെണ്ണ് കഴുകുന്നു എന്ന് പറയണമെങ്കിൽ തഗ്സിലീന. തഗ്സിലീന നേരത്തെ പഠിച്ചതാണ് നമ്മള് കേട്ടോ. ഇവിടെ അൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അൻ വരുമ്പോൾ ഞാൻ വെട്ടിയിട്ടാണ് ചെയ്യുന്നത്, നെസ്ബ് ചെയ്യുന്നത്. തഗ്സിലീന അൻ തഗ്സിലീന. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആനി ഈന ഊന വരുന്നതാണെന്ത്? അഫ്ആൽ ഖംസ. ഇതിപ്പോ പാഠത്തിന്റെ അവസാനം വരും. നേരത്തെ പഠിച്ചിട്ടുണ്ടോ അഫ്ആൽ ഖംസ? ഓക്കെ, നോക്കാം. തഗ്സിലി ഖമീസി എന്റെ ഷർട്ട്. അൽ അബ്യദ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഖമീസി എന്താണ്? ഖമീസിന് കെസ്റാണുള്ളത്. ഖമീസിന് എന്തുകൊണ്ട് കെസ്ർ വന്നു? യാഉൽ മുത്തകല്ലിം വന്നുകൊണ്ടാണ് ഖമീസിന് കെസ്ർ കൊടുത്തത്. യഥാർത്ഥത്തിൽ ഖമീസിന് എന്താ ഉള്ളത്? അൻ തഗ്സിലി ഖമീസി എന്നാണ്. ഖമീസാണ് വരുന്നത്. അവിടെ അല്ലായിരുന്നു, യാ ഇല്ല. അല്ലാണ് ഉണ്ടെങ്കിൽ എന്ത് പറയും? അൻ തഗ്സിലി അൽ ഖമീസ എന്ന് പറയും. ഷർട്ട് കഴുകണം. അപ്പൊ ആ ഖമീസിൻ്റെതാണ് വിശേഷണം അബിയദ്. അതുകൊണ്ടാണ് അബിയദിന് എന്ത് വന്നത്? ഇങ്ങനെ നമ്മൾ നോക്കിയെങ്കിലേ ഈ അബിയദിന്റെ നെസ്ബ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. കാരണം ഖമീസി, അപ്പൊ ഖമീസി പിന്നെ അൽ, അതിന്റെ വിശേഷണം വന്നപ്പോൾ എങ്ങനെ അൽ വന്നു? ഖമീസി എന്ന് പറഞ്ഞതിന്റെ വിശേഷണം വന്നപ്പോൾ എങ്ങനെ അൽ വന്നു? നമ്മൾ പറഞ്ഞു 4 കാര്യങ്ങൾ യോജിക്കണം എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏകവചനം, ബഹുവചനമായിരിക്കണം. പിന്നെന്താണ്? ഒരേ ലിംഗമായിരിക്കണം, ഒരേ ജെൻഡർ ആയിരിക്കണം, സെയിം ജെൻഡർ ആയിരിക്കണം. പിന്നെ അടയാളം, അവസാനത്തെ അടയാളം അടയാളം സെയിം ആയിരിക്കണം. നാലാമത്തെ എന്താണ്? ഡെഫിനിറ്റ് ആണെങ്കിൽ ഡെഫിനിറ്റ് ആയിരിക്കണം, ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ. അതിനാണ് അബൂബക്കർ സാഹിബ് പറഞ്ഞത് അല്ലുണ്ടെങ്കിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലുണ്ടെങ്കിൽ മാത്രമല്ല ഡെഫിനിറ്റ് ആകുന്നത്. അല്ലുണ്ടെങ്കിൽ മാത്രമല്ല ഡെഫിനിറ്റ് ആകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, തൻവീനല്ല, ഡെഫിനിറ്റ് ആകുന്നതിന്റെ അടയാളങ്ങൾ എപ്പോഴൊക്കെ ഡെഫിനിറ്റ് ആകുമെന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, അല്ലുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആകും. രണ്ട് ഇളാഫത്ത് ചെയ്താൽ ഡെഫിനിറ്റ് ആകും.
സ്ഥലനാമങ്ങൾക്ക് എല്ലാം എന്താണ് ഡെഫിനിറ്റ് ആണ്. പ്രോപ്പർ നൗണുകളെല്ലാം ഓട്ടോമാറ്റിക് ഡെഫിനിറ്റ് ആണ്. അത് എന്താണ് ബിൽറ്റ് എന്താ പറയാ, ഓൾറെഡി അത് ജന്മനാ തന്നെ ഡെഫിനിറ്റ് ആണ്. സ്ഥലനാമങ്ങൾ, വ്യക്തി സ്ഥലനാമങ്ങൾ, പ്രോപ്പർ നൗണുകളെല്ലാം. അതല്ലെങ്കിൽ അൽ വന്നാൽ ഡെഫിനിറ്റ് ആകും, ഇലാഫത്ത് ചെയ്താലും ഡെഫിനിറ്റ് ആകും. ഇവിടെ കമീസിന് എന്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്? ലേക്ക് ഇലാഫത്ത്. അങ്ങനെയാണ് എന്റെ കമീസ്. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വായിച്ചു നോക്ക്, ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഏത് കമീസ് കഴുകാനാ പറഞ്ഞത്? ഏതെങ്കിലും ഒരു കമീസ് കഴുകാനല്ല പറഞ്ഞത്, എന്റെ കമീസ് കഴുകണം എന്ന് പറഞ്ഞു. അപ്പൊ ഡെഫിനിറ്റ് ആണോ? അല്ലേ? സ്പെസിഫിക് ആണ്. അപ്പൊ ഇലാഫത്ത് ആണെന്നല്ല. അപ്പൊ ഈ സ്പെസിഫിക് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ ചിന്തിച്ചു നോക്കാൻ പറഞ്ഞതാണ്. ഇലാഫത്ത് ആണെന്ന് നമുക്ക് മനസ്സിലായാൽ എന്താണ്? ഡെഫിനിറ്റ് ആണ്. അല്ലുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആണ്. നമുക്ക് മനസ്സിലായില്ല ഇലാഫത്താണോ എന്ന് നമുക്ക് മനസ്സിലായി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കുക, കമീസി എന്റെ കമീസ്. അപ്പൊ ഏതെങ്കിലും ഒരു കമീസ് അല്ല കഴുകാൻ പറഞ്ഞത്, മറിച്ച് എന്താണ്? ഒരു സ്പെസിഫിക് കമീസാണ് കഴുകാൻ പറഞ്ഞത്, അഥവാ എന്റെ കമീസാണ് കഴുകാൻ പറഞ്ഞത്. സ്പെസിഫിക് ആയ ഡെഫിനിറ്റ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് കമീസി എന്റെ കമീസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശേഷണം പറയാൻ ഡെഫിനിറ്റ് ആയ വിശേഷണം വേണം. അതുകൊണ്ടാണ് അല്ലബിയദ് കമീസി അല്ലബിയദ്. ബഅദ റുജൂഇകി, ബഅദ റുജൂ എന്താണ്? മടങ്ങി വരുന്ന പദമായതുകൊണ്ട് മടക്ക. കെസർ വരുത്തുന്ന പദം എവിടെ വന്നു? ബഅദയ്ക്ക് ശേഷം ബഅദയുടെ ബഅദിൽ കെസർ കൊടുക്കും. ബഅദ റുജൂഇ കി. കീക്ക് കെസർ വന്നത് എന്തുകൊണ്ടാ? കിതാബുക യാ അബാബക്കർ, കിതാബുക്കി യാ ഫാത്തിമത്തു. സ്വില്ലിംഗ് ആയതുകൊണ്ട് പെണ്ണിനോട് പറയുന്നുണ്ട്. മിൻ ജാറത്തി. ജാറത്തിന്റെ മലയാളത്തിലെ ജാറമല്ല കേട്ടോ, ജാറും ജാറത്തും. അയൽവാസിയുടെ അടുക്കൽ നിന്നും മടങ്ങി വന്നാൽ എന്റെ കമീസ് നീ കഴുകണം. അപ്പൊ ഇവിടെ എന്താ നമ്മളെ വിഷയം? തഹസിലീനയുടെ നാ പോയി അൻ വന്നുണ്ട്. ആമിനത്ത് ഞാൻ അത് കഴുകാം. അത് അക്കിവി എന്താ? അയൺ ചെയ്യുകയും ചെയ്തു തരാം, അയൺ ചെയ്തും തരാം. ഞാൻ കഴുകും, അയൺ ചെയ്യും ഇൻഷാ അല്ലാഹ്. അവിടെ നമുക്കുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. ഹാമിദിൻ അയിന തുരീദൂന അൻ തദ്ഹബുൽ ആന യാ അബ്നാഇ. അപ്പോ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹാമിദ് സൗജത്തിനോട് എന്ത് പറഞ്ഞു? അഥവാ സൗജത്ത് എന്ന് പറയുമ്പോൾ ഒരു പെണ്ണാണ്. അപ്പൊ അതുകൊണ്ട് തുരീദീന എന്ന വാക്ക് ഉപയോഗിച്ചു, അൻ തദ്ഹബി എന്ന് ഉപയോഗിച്ചു. അപ്പൊ അവിടെ ഒരു സ്ത്രീയോട് പറഞ്ഞപ്പോൾ ഏകവചനത്തിന്റെ രൂപം അതാണ്, തുരീദീന എന്നാണ്. അതേപോലെ തദ്ഹബീന എന്നത് അന്ന് വന്നപ്പോ നെസ്ബ് ചെയ്യാൻ വേണ്ടി നഗർ. പിന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ അടുത്ത ഭാഗത്തില് ഹാമിദ് ആരോട് ചോദിക്കുന്നു? യാ അബ്നാഇ. അപ്പൊ ആരാണ് സംസാരിക്കുന്നത്? ആരോടാണ് സംസാരിക്കുന്നത്? അബ്നാഇനോട്, ആ മക്കളോടാണ് സംസാരിക്കുന്നത്. അയിന തുരീദൂന അൻ തദ്ഹബൂ. അയിന തുരീദൂന അൻ തദ്ഹബൂ. അപ്പൊ എന്തായി? തദ്ഹബൂനയിലെ നാ കളഞ്ഞു. തദ്ഹബൂനയിലെ നാ കളഞ്ഞു. ഓക്കെ, ഹംസ മൊത്തത്തിൽ ഈ പാഠത്തിലാണ് വരുന്നത്. തദ്ഹബൂനയുടെ നാ കളഞ്ഞു. അൻ തദ്ഹബൂ. അയിന തുരീദൂന, അയിന തുരീദൂന അൻ തദ്ഹബൂ. അൻ വന്നുകൊണ്ട് നാ വെട്ടി നെസ്ബ് ചെയ്തു. അൻ തദ്ഹബൂ. അൽ അന ചേർത്ത് വായിക്കുമ്പോ തദ്ഹബൂന നീട്ടു പോകും കേട്ടോ. അയിന തുരീദൂന അൻ തദ്ഹബുൽ ആന യാ അബ്നാഇ. മക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അൽ അബ്നാഉ നദ്ഹബുൽ ആന ഇലൽ മസ്ജിദ്. ഞങ്ങൾ എങ്ങോട്ട് പോകണം? മസ്ജിദിലേക്ക് പോകുന്നു.
പള്ളി എന്ന പ്രയോഗം തെറ്റാണെന്ന് പറയുന്നത്. അതെ. കഴിയുന്നത് നമ്മൾ നേരത്തെ മസ്ജിദ് പഠിച്ചതാ. ഉപയോഗിച്ച് സോറി, നേരത്തെ പഠിച്ചതാ പറഞ്ഞു തന്നാ. ആ അതിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കോമൺലി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില എന്താ പറയാ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് നമ്മൾ മസ്ജിദ് തന്നെയാണ് പറയണം എന്നാണ് പറയുന്നത്. മുഹമ്മദ് എന്ന് എഴുതുമ്പോൾ മുഹമ്മദ് പൂർണ്ണമായിട്ട് എഴുതണം, MHD എഴുതാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ ആധുനിക ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വേറൊരാളെ നമ്മൾ ചെയ്യല്ല, ആരോടൊന്നും ഇരിക്കണ്ട, നമ്മൾ പറഞ്ഞ തെറ്റായി പോയി. അപ്പൊ ഞങ്ങൾ മസ്ജിദിലേക്ക് പോവാണ്. وبعد الصلاة نريد أن نذهب إلى السوق. بعد الصلاة صلاة ശേഷം نريد أن نذهب إلى السوق. صلاة ശേഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോവാൻ ഉദ്ദേശിക്കുന്നു. صلاة ശേഷം നമസ്കാര ശേഷം. നമസ്കാരത്തിന് ശേഷം. അപ്പൊ അവിടെയും സംഭവം അവിടെ നമിക്കലുണ്ടെങ്കിലും നമ്മൾ അറബി വാക്കൊക്കെ പറഞ്ഞ് ശീലിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മൾ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നില്ല, നബിയുടെ പേരിൽ പ്രാർത്ഥിക്കുന്ന ആരും പറയാറുണ്ട്. അതുപോലെ വാക്കുകളൊക്കെ അറബി വാക്കുകളൊക്കെ നമുക്ക് മാറ്റി ഉപയോഗിക്കാം, അറബി വാക്കുകൾ ഉപയോഗിക്കാം. സ്വലാത്ത് കഴിഞ്ഞിട്ട് നുരീദ് അൻ നദ്ഹബ ഇല സൂഖ്, ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു, സൂക്കിലേക്ക് പോകാൻ. അപ്പൊ അൻ വന്നുകൊണ്ട് നദ്ഹബ നസ്ബ് ചെയ്തു. നസ്ബ് അൻ ബഹുവചനമാണ്, പക്ഷെ എന്താണ് ഊനയുള്ള രൂപമല്ല. നദ്ഹബ് എന്നുള്ളത് ഊനയുള്ള രൂപമല്ല. ആനീന ഊന വരുന്നിടത്താണ് നാ വിട്ടിട്ട് നസ്ബ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് യദ്ഹബുവിന്റെ അതേ ഫോം തന്നെയാണ് നദ്ഹബൂനും ഉള്ളത്. നദ്ഹബ ഇല സൂഖ്, മാർക്കറ്റിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സൂക്കിലേക്ക് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ലീനഷ്തരിയ, അവിടെ എന്താണ് ലാമൽ ഇല്ലത്താണ്, കാരണം പറയുന്ന ലാം. എന്തിനു വേണ്ടി പോകുന്നു? നഷ്തരിയ. അപ്പൊ അതുകൊണ്ടാണ് ലീ വന്നത് കൊണ്ട് എന്ത് ചെയ്തത്, യാക്ക് നസ്ബ് ചെയ്തത്, അല്ല നഷ്തരിക്ക് നസ്ബ് ചെയ്തത്. അപ്പൊ യാന് ഫത്ഹത്ത് കൊടുത്തു. അക്കലാമൻ ദഫാത്തിറ വമസാത്തിറ, എന്തൊക്കെയാണ് വാങ്ങാൻ പോകുന്നത്? അക്കലാം വാങ്ങാൻ പോകുന്നു. കലമുൻ ജമ്മ അക്ലാം. കലമുൻ ജമ്മഹു അക്കലാം. അക്കലാം ഖുർആൻ വായിച്ചിട്ടുണ്ട് ആരുണ്ട്? ഇവിടെ വായിച്ചിട്ടുണ്ട്. ഖുർആനിലുണ്ട്. ഖുർആനിൽ വന്നിട്ടുണ്ട്, ഉറപ്പ് എവിടെ വായിച്ചിട്ടുണ്ട്. പേനയുള്ള കൂലൽ പഠിച്ചപ്പോ നോക്കി അവിടെ അക്കലാമുണ്ട്. അള്ളാഹുവിന്റെ കലിമത്ത് എഴുതാൻ വേണ്ടി ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും കടലുകളെ മഷി ഉപയോഗിച്ചാൽ മതിയാവില്ല. അതേപോലെ പിന്നെ അതേപോലെ വേറൊരു അർത്ഥത്തിലുണ്ട്, പ്രശ്നം നോക്കുന്ന അമ്പുകൾ എന്ന അർത്ഥത്തിൽ അക്കലാം ഉപയോഗിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. മായിദ അല്ല, അതിന് മുമ്പത്തെ അല്ല, മായിദയില് പഠിച്ചിട്ടില്ലേ അക്കലാമുണ്ടാ? അല്ല, അസ്ലാം അമ്പുകൾ, അമ്പുകോലുകൾ ഉണ്ട്, അർത്ഥം വരുന്നുണ്ട്. അത് അസ്ലാമാണ്. അക്കലാം വന്നിരിക്കുന്നത് ആലി ഇമ്രാനിൽ. യുൽഖൂന അക്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം മാ കുന്ത ലദൈഹിം ഇദ് യുൽഖൂന അക്ലാമഹും. അവരുടെ അമ്പുകോലുകൾ ഇട്ടപ്പോ ആ അമ്പെന്ന് പറയുന്നത് ഇതാണ്, അതെ, ഞറക്കെടുക്കുന്ന അമ്പാണ്. അക്കലാമൻ ഓ ദഫാത്തിറ. ദഫാത്തിറിന്റെ ഏകോചനം എന്താ? ഏകോചനം ദഫ്തറുൻ. അപ്പൊ ദഫാത്തിറ എന്നാ പറഞ്ഞത്. അക്കലാമിന് 2 പത്തഹുണ്ട്, ദഫാത്തിറിന് 1 പത്തഹേ ഉള്ളൂ. കാരണം ഗൈറു മുൻസിരിഫ്. പിന്നെ ഗൈറു മസാത്തിറ. അപ്പൊ മസാത്തിർ എന്താണ്? ഗൈറു മുൻസിരിഫ്. അതിന്റെ ഏകോചനം എന്താണ്? എന്താണ്? റൂളർ. റൂളറിന് എങ്ങനെ ഏകോചനം എന്ത് പറയും? മസ്തറൊന്നും അല്ല, മസ്തറുൻ. മിസ്തറത്തുൻ. എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മള്? പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്തായാലും പുതിയ വാക്കുകളുടെ കൂട്ടത്തിലില്ല, അപ്പൊ അതുകൊണ്ട് നേരത്തെ പഠിക്കണമെന്നാണ്. അതിന്റെ ബഹുവചനമാണ് മസാത്തിറ.
ഷഫാത്തിറ, മസാത്തിറ ഇതെല്ലാം എന്താണ് മസാജിദ് ഫോം ആയതുകൊണ്ട് അതെല്ലാം വേറെ വിളിച്ചിരിക്കാം. അപ്പൊ ആ ഫോം ഉള്ളതെല്ലാം നിങ്ങൾ ബഹുവചനങ്ങൾ അവിടെ എഴുതി വെക്കണം. ഏകവചനം അതിന്റെ കൂട്ടത്തിൽ ഏകവചനം എഴുതിയിട്ട് ബഹുവചനം കൂടെ എഴുതി. മസാജിദ് വചനമുള്ളത് മസാജിദും അതേപോലെ മസാക്കീൻ വേറെ എഴുതണം. ഹാമിദ് അയിന സുമലാഉക്കും ما جاءوا اليوم لزيارتكم كعادة كل يوم كل أسبوع كعادتهم كل أسبوع أين زملاؤكم എന്താണ്? ഫ്രണ്ട്സ്, സദീഖുകൾ. നിങ്ങളുടെ സുഹൃത്തുക്കൾ. അയിന സുമലാഉക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ എവിടെ? മാ ജാഉൽ യൗമ ഇന്ന് വന്നില്ലേ? ലിസിയാറത്തിക്കും നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി. അവിടെ മാ ക്വസ്റ്റ്യൻ ഫോം ആണോ വരുന്നത്? മാ ജാഉ ലിയോ മാ ക്വസ്റ്റ്യൻ ഫോം അല്ല, നെഗറ്റീവ് ഫോം ഇല്ലേ എന്ന്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോ അവര് വന്നില്ല ചോദിക്കില്ലേ? അങ്ങനെ അങ്ങനത്തെ ചോദ്യം. നമ്മൾ അത് സംസാരത്തിന്റെ മോഡിൽ നിന്ന് മാത്രമേ അത്, അല്ലെങ്കിൽ ടോണിൽ നിന്ന് മാത്രമേ അത് ചോദ്യമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് സ്പോക്കണിൽ ഇത് ഉപയോഗിക്കുന്നത്. അതിന് സുമലാക്കും എന്ന് ചോദ്യം അവള് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എവിടെ? പിന്നെ തുടർച്ചയായിട്ടാണ് സിയാറത്തിക്കും ആദത്തെയും കുല്ലയും ഉസ്ബോയും എല്ലാ ആഴ്ചത്തെയും പതിവ് പോലെ അവരിന്ന് വന്നില്ല. ആദത്ത് എന്താണ്? ആദത്ത് പതിവ് പോലെ. ആദത്ത് പതിവ്, ഹാബിറ്റ് or habit. كل أسبوع كعادتهم كل أسبوع. الأبناء أرادوا أن يذهبوا اليوم إلى المتحف. أرادوا അവർ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ പോകണം. അങ്ങനെ കൊടുത്തൊക്കെ സമയമുണ്ട്. അപ്പോ യദ്ഹബൂനയുടെ നാ വെട്ടിയിട്ട് അൻ വന്നുകൊണ്ട് നാ വെട്ടി നസ്ബ് ചെയ്തു. യദ്ഹബൂ അൽയോമ ഇന്ന് ഇലൽ മുത്ഹഫ്. മുത്ഹഫ് എന്താണ്? മുത്ഹഫ് നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. മുത്തഹഫ് മ്യൂസിയം, വൈകുന്നേരമാണ് മുത്തഹഫ്. അത് മസാ ആണ് വൈകുന്നേരം. മുത്തഹഫ് എന്ന് പറഞ്ഞാല് മ്യൂസിയം. എന്താണ് സാറേ? മ്യൂസിയം. മലയാളത്തിൽ എന്താ പറയാ മ്യൂസിയത്തിന്? കാഴ്ച ബംഗ്ലാവ്. കാഴ്ച ബംഗ്ലാവ്. കാഴ്ച ബംഗ്ലാവ് ആണോ മ്യൂസിയം എന്ന് പറഞ്ഞത്? അതെ അതെ, കാഴ്ച ബംഗ്ലാവ്. അത് തന്നെ, കാഴ്ച ബംഗ്ലാവ് എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും മ്യൂസിയം എന്ന് പറഞ്ഞാല് കാഴ്ചയാണ്. പക്ഷെ മുൻകാല സംഗതികൾ പലതും സൂക്ഷിക്കുന്ന സ്ഥലം. ആ അർത്ഥത്തിലാണ് മ്യൂസിയവും എന്നൊക്കെ പറയുന്നത്. കാഴ്ച കൗതുകത്തിന് വേണ്ടി കാണുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, കൗതുകത്തിനപ്പുറം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതും പുരാതനമായ സംഗതികളൊക്കെ സൂക്ഷിക്കുന്ന അർത്ഥത്തിലാണ് മുത്തഹഫ്, അതേപോലെ മ്യൂസിയം എന്നൊക്കെയുള്ള അർത്ഥം. ഹാമിദ് യാ ബനാത്തി. അപ്പൊ ആരോട് ചോദിക്കാണ്? ബനാത്തി ആരെ വിളിക്കാണ്? എന്റെ പെൺമക്കളെ. അനൽ ആന അസ്ഹബു ഇലൽ മുസ്തഷ്ഫ. അനൽ ആന അസ്ഹബു, ഞാൻ ഇന്ന് ഇപ്പോൾ പോവുകയാണ്. ഇലൽ മുസ്തഷ്ഫ, എവിടേക്ക്? ഹോസ്പിറ്റലില്. ഇയാദത്തി സൽമ. സൽമ. അപ്പൊ ഇയാദത്തിന്റെ താ എങ്ങനെ വന്നത്? അതെ, ഇയാദത്തിന്റെ താ എങ്ങനെ വന്നതാണ്? അല്ല, അയ്യാദത്തിന്റെ താ, കെട്ടുള്ള താ എങ്ങനെ വന്നു? അതവിടെ നെസ്ബാണ്, നെസ്ബായതുകൊണ്ട്. അതല്ല, അത് ഫത്തഹത്തിന്റെ കാര്യം. അവിടെ നെസ്ബൊന്നുമില്ല, അവിടെ കെസ്റാണ്.
ഞാൻ ചോദിച്ചത് ഈ മുസ്തഫി എന്നുള്ള ഇയാദത്തുൻ സ്ത്രീലിംഗ ആണോ ആശുപത്രി? ഇയാദത്തുൻ എന്ന് പറഞ്ഞ ഒരു പദം അവിടെ കെട്ടുള്ള താവുന്നില്ലേ? ആ ആ താ ഉണ്ട്. എങ്ങനെ വന്നു? ആദ അതിന് രണ്ടർത്ഥമുണ്ട്. ആദയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മടങ്ങി, അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തു. അപ്പൊ ആദയ്ക്ക് രണ്ട് ക്രിയാധാരം. ആദ മടങ്ങി എന്നാണെങ്കിൽ അതിന്റെ ക്രിയാധാതു ഔദുൻ എന്നാണ്. ആദ വിസിറ്റ് ചെയ്തു എന്നാണെങ്കിൽ അതിന്റെ ക്രിയാധാതു ഇയാദത്തുൻ. ഓക്കെ, ഇയാദത്തുൽ മരീദ് എന്ന് പറഞ്ഞാൽ എന്താ? മരീദ് രോഗിയെ മടങ്ങുന്ന കാര്യമല്ല, സന്ദർശനം. രോഗസന്ദർശനം. അപ്പൊ അത് ഇബാദത്ത് പോലെയുള്ള ക്രിയാധാതുവാണ്. ഇബാദത്ത് പോലെയുള്ള ക്രിയാധാതു, അല്ലാതെ വേറെ ഒരു വാക്കിനടുത്ത് സ്ത്രീലിംഗമാക്കുന്നതല്ല. അത് അവിടെ അടിസ്ഥാനപരമായും ഉള്ളതാണ്. അത് ഇബാദത്ത് പോലുള്ള ക്രിയാധാതുവാണ്. അവിടെ ഉള്ളത് തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും പ്രസക്തി ചോദ്യം ചോദിച്ചാൽ അങ്ങനെ പറയാണ്ട്. നിങ്ങൾ ആരെങ്കിലും സ്ത്രീലിംഗമാണോ മുസ്തശ്വ സ്ത്രീലിംഗമാണോ എന്നൊക്കെ ചിന്തിക്കാൻ പാടില്ല. അല്ല, ഞാൻ വിചാരിച്ചു സെൽമ സ്ത്രീലിംഗ ആണെന്ന് പറയുന്നു. സെൽമ പെണ്ണായതുകൊണ്ടാണ് ഇയാദത്തെന്ന് പറഞ്ഞ സമയം വിചാരിച്ചത്. ഓക്കെ, ആ തുരിദിന് അപ്പോ അറാദയുടെ പട്ടിക കൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതെന്താണ്? അറാദ അറാദു, അറത്ത് അറത്തും, അറത്തു അറബിന, യുരീദ് യുരീദൂന, തുരീദ് തുരീദൂന, യുരീദു നിരീദു, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? അതിലും എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം. അത് ടേബിൾ വലുതായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിൽ എഴുതണം. എന്ത് എഴുതണം? തുരിദിന്. അപ്പൊ തുരീദീന എന്ന് പറഞ്ഞ എന്തിനായിരുന്നു? നേരത്തെ ചോദിച്ചല്ലോ തുരീദീന എന്ന്. ഏകവചന ഒരു പെണ്ണിനോട് പറഞ്ഞപ്പോഴാണ്. സ്ത്രീലിംഗം. ഒരു പെണ്ണിനോട് പറഞ്ഞപ്പോഴാണ്. അയിന തുരീദീന. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അതിന്റെ ഇതിലേക്ക് പോകാഞ്ഞത് അതിവിടെ ഫോക്കസ്ഡ് അല്ല എന്ന് വിചാരിച്ചില്ല. ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇത് വരുന്നത് കൊണ്ട്, സ്ത്രീലിംഗത്തിന്റെ പിന്നെ മറ്റു രൂപങ്ങളും വരുന്നത് കൊണ്ട് നമ്മളത് അതും എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. തുരീദീന, നീ ഒരു സ്ത്രീ ഉദ്ദേശിക്കുന്നു. അപ്പൊ അത് തുരീദു എന്ന് എഴുതുന്നിടത്ത് എന്തുണ്ട്? യഥാർത്ഥത്തിൽ അവിടെ യാ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാഞ്ഞത്. അപ്പൊ തുരീദു, ഇപ്പൊ ഉദാഹരണമായിട്ട് നോക്കിയാൽ ഇവിടെ എന്താണ്? തുരിദിന. തുരിദിന എന്നുള്ള വാക്ക് ഖുറാനിൽ വായിച്ചുള്ളായിരുന്നു. നടങ്ങളുണ്ട് ഇവിടെ. ആരാണ്? സൈദു സാഹിബാണോ പറഞ്ഞത്? അതെ. നിങ്ങൾ എന്തോരം ഫോൺ ഉള്ള മിസ് കോളിലുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വിളിക്കാൻ മറന്നുപോയതാണ്. നിങ്ങളൊരു കോള് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വിളിക്കാൻ മറന്നായിരുന്നു എന്ന് പറയാം. അവഗണിച്ചു കളഞ്ഞതല്ല, ശരിയായി പോയി. ഓക്കെ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിന്റെ 36ാമത്തെ ഇല്ല. ഓക്കെ, എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് പറഞ്ഞതാ, നിങ്ങൾ ദുനിയവിയായ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? തുരിദീന എന്ന് പറഞ്ഞു. അപ്പോ ഫതഹ ആണെങ്കിൽ എന്താണ് വരും? യഫ്തഹൂന എന്നുള്ളത് രണ്ട് പെണ്ണുങ്ങളോട് പറയുമ്പോൾ തഫ്തഹു, നീ ഒരു പുരുഷൻ തുറക്കുന്നു. രണ്ട് പെണ്ണുങ്ങളോട് പറയുമ്പോൾ എന്ത് ചെയ്യും? തഫ്തഹു, ഒരു പെണ്ണിനോട് പറയുമ്പോൾ തഫ്തഹീന എന്ന് പറയും. തഫ്തഹീന ഒരു പെണ്ണിനോട് പറയും. അപ്പോ പെണ്ണുങ്ങളോട് പറയുമ്പോൾ എന്ത് ചെയ്യും?
യഫ്തഹിന. അല്ല, യഫ്തഹിന എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തുടങ്ങും. തഫ്തഹിന, നിങ്ങൾ തുടങ്ങും. അതേപോലെ അറാദ അറാദു, അറത്ത് അറത്തും, അറത്തു അറദിന, യുരീദു യുരീദൂന, തുരീദു തുരീദൂന. അപ്പോ തുരീദു നീ ഒരു പുരുഷനെ ഉദ്ദേശിക്കുന്നു, തുരീദീന നീ ഒരു സ്ത്രീ ഉദ്ദേശിക്കുന്നു, തുരീദിന നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നു. അതാണ് യാ ബനാതി, എന്റെ പെൺമക്കളെ, അനൽ ആന അദ്ഹബു ഇലൽ മുസ്തഷ്ഫ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ഇയാദത്തി സൽമ, സൽമയെ കാണുന്നതിന് വേണ്ടി. ആ തുരിദിന അൻ തദ്ഹബിന മഴി. അപ്പൊ തുരിദിന എന്ന് പറഞ്ഞാൽ ഫതഹിന എന്നാണല്ലോ. ഫതഹിന, തഫ്തഹിന, തഫ്തഹിന. ഇവിടെ ഇടയ്ക്ക് ദുർബലാക്ഷരം വന്നതുകൊണ്ടുള്ള വ്യത്യാസം അവിടെ കാണാം. തുരീദു എന്നാണ് വരുന്നത്, തുരീദു. അപ്പോ തഫ്തഹിന എന്ന് എഴുതി നോക്കുമ്പോ ഇടയ്ക്ക് തഫ്തഹിന, ഇടയ്ക്ക് സുക്കൂനുള്ള ഒരു അക്ഷരം കൂടെ ഉണ്ട് അല്ലെ, തഫ്തഹിന. അപ്പൊ അതോടാണ് ഇപ്പൊ എന്തായി, ദുർബലാക്ഷരം വന്നപ്പോ ആ ദുർബലാക്ഷരം പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതിന് നമ്മൾ ഇത് അങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ദുർബലാക്ഷരം അപ്പൊ അറാദ യുരീദു, അറാദ യുരീദു. ഇടയിൽ ദുർബലാക്ഷരം ഉള്ളത് കൊണ്ടാണ് യുരീദീന എന്ന രൂപം വന്നത്. അതല്ലാത്ത രൂപങ്ങൾ നമുക്ക് വേറെ വരും. അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകം എഴുതിയിട്ട് തയ്യാറാക്കാം. അൻ തദ്ഹബിന എന്തായി, തഫ്തഹിന പോലെ. അൻ തദ്ഹബിന, അല്ലയോ പെൺമക്കളെ, അൻ തദ്ഹബിന നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, മഈ എന്നോടൊപ്പം. എന്നോടൊപ്പം പോകാൻ ഉദ്ദേശിക്കുന്ന എന്നോടൊപ്പം വരുന്നു എന്ന് അർത്ഥമില്ല. അൽബനാത്ത് നഅം, അതെ ഞങ്ങൾ വരുന്നുണ്ട്. മാദാ തുരിദിന അൻ തഅഖുദ്ന ലഹ, വീണ്ടും ചോദിച്ചു. അപ്പോ തുരിദിന മാദാ തുരിദിന അൻ തഅഖുദ്ന ലഹ. അപ്പോ എടുത്തു നോക്കുക. അപ്പൊ അഖദ യഅഖുദു, അഖദ. അപ്പൊ നമ്മള് ദഹബയുടെ ടേബിൾ എഴുതാൻ പറഞ്ഞു. അതേപോലെ അഖദയുടെ ടേബിൾ എഴുതുക. അവിടെ എന്തെന്ന്, നിങ്ങൾ പെണ്ണുങ്ങൾ എടുക്കുന്നു, നിങ്ങൾ പെണ്ണുങ്ങൾ എടുക്കുന്നു. മാദാ തുരിദിന, നിങ്ങൾ പെണ്ണുങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അൻ തഅഖുദ്ന നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, ലഹ അവൾക്ക്. അപ്പൊ ഇവിടെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഇവിടെ അൻ വന്നപ്പോൾ എന്ത് ചെയ്തില്ല, പെണ്ണുങ്ങളുടെ ബഹുവചനത്തില് കൂടെ അൻ വന്നപ്പോൾ നാ വിട്ടില്ല. എന്തുകൊണ്ടാണ് നാ വിട്ടാഞ്ഞത്? ഇത് അഫ്ആൽ ഖംസയിൽപ്പെട്ടതല്ല. അഫ്ആൽ ഖംസയിൽപ്പെട്ട ഏതൊക്കെയാണ്? ആനി, ഈന, ഊന ഉള്ളതാണ്. ആനി, ഈന, ഊന. ആനയല്ല, ആനി, ഈന, ഊന. അപ്പൊ തഅഖുദ്ന എന്നുള്ളത് അതിൽ വരൂല. വരുന്നുണ്ടോ? ഇല്ല. ആനി, ഈന, ഊന ആണെങ്കിൽ അതിൽ വരും. അപ്പൊ തഅഖുദ്ന എന്ന് പറഞ്ഞിടത്ത് എന്തില്ല, ആനി ഇല്ല, ഊന ഇല്ല, ഈന ഇല്ല. അതിന്റെ മുമ്പ് ഹ്രസ്വമാണ് അല്ലെങ്കിൽ സുക്കൂനാണ്. അപ്പോൾ നൂന് വെട്ടുകയില്ല. കാരണം പെണ്ണുങ്ങൾക്ക് ഒരു ശക്തി വേണ്ടേ, പെണ്ണുങ്ങൾക്ക് ഒരു ശക്തി വേണം. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിക്കൊടുക്കും. ലഹ അവൾക്ക് വേണ്ടി എന്തെടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. ഇത് നമ്മൾ തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും കാര്യം ഗൗരവമാണ്. പ്രശ്നം നിസ്സാരമാണെങ്കിലും കാര്യം ഗൗരവമാണ്. എന്താ പറഞ്ഞത്? ഞാൻ അധികമായി വരുന്ന രൂപങ്ങളിലൊക്കെയും ഞാൻ വെട്ടുന്നുണ്ട്. പക്ഷേ പെണ്ണുങ്ങളുടെ ഞാൻ വെട്ടൂല. പെണ്ണുങ്ങളുടെ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ ഞാൻ വെട്ടൂല. അതിനപ്പം എന്ത് ചെയ്യും? അൻ വന്നാൽ ഒരു മാറ്റവുമില്ല. അൻ വന്നാൽ ഒരു മാറ്റവുമില്ല.
പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ഒരുമിച്ച് കൂടിയാൽ ഒരു മാറ്റവുമില്ല, സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കും. മബിനി എന്നാണ് പറയുക, സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കും. അറിയാലോ എന്ന് വന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം, അല്ലെ ഞങ്ങൾ ഒപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഹൽവ ഹാദിഹി, അവിടെ ഈ ഹൽവ ഹാദിഹി മൊത്തം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ഹൽവ ഹാദിഹി, ഈ കാണുന്നതായ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. ഉൾബത്തൽ ഹൽവ, ഉൾബത്ത് എന്ന് പറഞ്ഞാൽ പാക്കറ്റ്, ഉൾബത്ത് പാക്കറ്റ്. അതേപോലെ ടിന്നിനും ഉൾബത്ത് എന്ന് പറയാം. ഉൾബത്ത് ടിന്ന് അല്ലെങ്കിൽ ഏതൊരു പാക്ക് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം, ഒരു സംഗതി. അപ്പൊ അതിന് ആ പാക്ക് ചെയ്ത് സംഗതിയാണെങ്കിൽ അത് ടിന്നായിരുന്നാലും ബോക്സ് ആണെങ്കിൽ, അതായത് ബോക്സ് എന്ന് പറഞ്ഞാൽ വലിയ ബോക്സ് ആകുമ്പോൾ ഉൾബത്ത് എന്നല്ല പറയും, അതിന് വേറെ പറയും. ചെറിയ പാക്കറ്റ്, നമ്മൾ പാക്കറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ പാക്കറ്റ് എന്ന് പറയുന്നത് അതേപോലെ ആ ചെറിയ ടിന്ന് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഉൾബത്ത് എന്നാണ് പറയുന്നത്. ചെറുത് നമ്മൾ ബോട്ടിൽ എന്ന് പറയും. അപ്പൊ ആ അതേപോലെ ചെറിയ സംഗതിക്ക് എന്താ ഉൾബത്ത് എന്നാണ് പറയുന്നത്. ഹലുവ പാക്കറ്റ് എന്നാണോ അർത്ഥം? അങ്ങനെ ഹലുവ പാക്കറ്റ് എന്നാണോ? അതെ. അപ്പൊ ഉൾബത്തൽ ഹൽവ, ഹൽവ പാക്കറ്റ്, ഹൽവ പാക്കറ്റ് എന്ത് ചെയ്യുന്നു, എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ആദിഹി, ഈ കാണുന്നതായ. അപ്പോ ഉൾബത്തൽ ഹൽവ ആദിഹി, ഉൾബത്തൽ ഹൽവ ആദിഹി, ഈ കാണുന്നതായ പാക്കറ്റ്, ഉൾബത്ത് ഹൽവ, ഹൽവയുടെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണ് കേട്ടത്. നമ്മുടെ ഹൽവ എന്ന് പറയുന്ന യഥാർത്ഥം എന്താണ്? ശരിക്ക് സ്വീറ്റ്സിനെയാണ് ഹൽവ എന്ന് പറയുന്നത്. ഹൽവ, അതാണ് മലയാളത്തിൽ ഹൽവ ആയത്. പിന്നെ നമ്മൾ ഹൽവ എന്ന് പറഞ്ഞ വേറെ സാധനമാക്കി, ബാക്കി സ്വീറ്റ്സ് എല്ലാം മിഠായിയാണ്. ഹൽവ അറബികളുടെ സംഭാവനയാണ് മലയാളത്തിൽ. നമ്മൾ ബോറോ ചെയ്ത് കടം വാങ്ങിയതാണ്. ഉൽബത്തൽ ഹൽവ ഹാദിഹി, കാണുന്നതായ. അപ്പൊ അതെന്താണ്, അങ്ങനെ ഒരു പ്രയോഗമാണ്. അപ്പൊ അതിൽ വേറെ വാക്കുകളും ഇതേപോലെ നമുക്ക് പറഞ്ഞു പഠിക്കാം. ഇന്ന സൽമ തുഹിബ്ബു ഹാദിഹിൽ ഹൽവ. അപ്പൊ ഹാദിഹിൽ ഹൽവ എന്ന് പറയുന്നതും ഉൽബത്ത് ഹൽവ ഹാദിഹി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഹൽവയുടെ പാക്കറ്റ് എന്ന് പറയുന്നതും ഈ പാക്കറ്റ് അല്ലെങ്കിൽ ഈ കാണുന്നതായ ഹൽവയുടെ പാക്കറ്റ് എന്ന് പറയുന്നതും അതേസമയം ഹാദിഹിൽ ഹൽവ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം. ഹാദിഹിൽ ഹൽവ എന്ന് പറഞ്ഞാൽ ഈ ഹൽവ അല്ലെങ്കിൽ ഈ സ്വീറ്റ്സ്. ഉൽബത്തൽ ഹൽവ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതായ ഹൽവയുടെ പാക്കറ്റ്. ഓക്കെ, ഒന്ന് നെക്കറയും മറ്റത് മാരിഫയും. ഒന്ന് ഡെഫിനിറ്റ് ആണ്, മറ്റത് ഇൻഡെഫിനിറ്റ്. ഉൽബത്തൽ ഹൽവ ഹാദിഹി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇൻഡെഫിനിറ്റ് ആണ്. അതേസമയം ഹാദിഹിൽ ഹൽവ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്. എന്തായാലും അങ്ങനെ പ്രയോഗം നമ്മൾ പഠിച്ചിരിക്കുക. ഹാമിദ് തുരിദിന ഷൈഅൻ ആഖർ. അപ്പൊ ഇത് നമുക്ക് മറ്റേ സ്ത്രീലിംഗ ബഹുവചനം പ്രാക്ടീസ് ചെയ്യാനുള്ള രണ്ട് വാക്ക്. തുരിദിന വീണ്ടും വന്നു, തഅഖുദ്ന നേരത്തെ വന്നു, തഅഖുദ്ന വന്നു. ഷൈഅൻ ആഖർ, ഷൈഅൻ ആഖർ. അപ്പൊ അതും ഒരു പ്രയോഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സംഭവം. ഷൈഅൻ ആഖർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് എൽസ്. ലാസ്റ്റ് അല്ല, ആഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം. ആഖർ അവസാനം, മറ്റൊന്ന്. മറ്റൊന്ന്. ഖലതു അമലൻ സ്വാലിഹൻ വ ആഖറ സയ്യിഅൻ. ഇതാർദ്ദം. ഖലതു അമലൻ സ്വാലിഹൻ, അവരെന്ത് ചെയ്തു? ഖലതു ഇടകലർത്തി, അമലൻ സ്വാലിഹൻ സൽക്കർമ്മം, വ ആഖറ സയ്യിഅൻ എന്ന് പറഞ്ഞാൽ മറ്റു ചില തെറ്റുകളും. തന്മീൻ വന്നുകൊണ്ടാണ് ചില.
ഷെയ് മറ്റൊന്നെന്ന് അർത്ഥം. അതെ, ഡെഫിനിറ്റ് അല്ലാത്തത് കൊണ്ട് ചില എന്ന് പറയാം. ഡെഫിനിറ്റ് അല്ലാത്തത് കൊണ്ടാണ് ചില എന്ന് പറയുന്നത്. അൽബനാത്ത് നുരീദു അൻ നാഖുദ ഹാദിഹിൽ മജല്ലത, നുരീദു അൻ നാഖുദ ഹാദിഹിൽ മജല്ലത, ഈ മാഗസിൻ എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. നുരീദു അൻ നാഖുദ ഹാദിഹിൽ മജല്ലത, ഈ മാഗസിൻ. അപ്പൊ ഹാദിഹിൽ മജല്ലത എന്ന് പറഞ്ഞപ്പോ എന്തായി? അത് ഡെഫിനിറ്റ് ആയി. വഹാദൽ കിതാബ, ഈ പുസ്തകം, അതും ഡെഫിനിറ്റ് ആണ്. വഹാദിഹിൽ മലാബിസ്, ഈ മലാബിസ് എന്താ? ഡ്രസ്സുകൾ. അല്ല ഉസ്താദേ, അപ്പൊ ഈ അൽ വന്നാൽ തന്നെ ഡെഫിനിറ്റ് ആയല്ലോ, പിന്നെ ഹാദിയും കൂടെ വന്നാല്? അല്ല, ഈ ഇവിടെ ഹാദിഹിൽ മജല്ലത്ത് എന്ന് പറയുമ്പോൾ ഹാദിഹി ഫസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴെന്താണ് ഹാദിഹിൽ മജല്ലത്ത്? ഹാദിക്ക് ശേഷം അൽ വന്നാൽ നമ്മൾ പറഞ്ഞു ഹാദി എന്നുള്ള ചൂണ്ടാനുള്ള വസ്തുവാണ്, അതിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല, ചൂണ്ടാനുള്ള വസ്തുവാണ്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്, കാരണം ഇല്ലെന്ന് ഗ്രാമർ സ്ഥാനം ഇല്ലെന്നല്ല, അത് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ്. അതെന്താണ്? സ്പെസിഫിക് ആണ്. അതേസമയം ഉൽബത്തൽ ഹൽവ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇൻഡെഫിനിറ്റ് ആണ്. ഉൽബത്ത് എന്താണ്? ഉൽബത്തിന് അല്ലില്ല, ഹാദിഹി അവസാനത്തിലാണുള്ളത്. ഹാദിഹിൽ ഉൽബത്ത എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആണ്. ഉൽബത്ത അൽ ഹൽവ ഹാദിഹി എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ ഞാൻ എടുക്കാം, ഈ ഒരു ബോട്ടിൽ നമുക്ക് എടുക്കാം, അതൊരു സ്പെസിഫിക് അല്ല, അത് ഈ കാണുന്നതായ ബോട്ടിൽ, അത് സ്പെസിഫിക് അല്ലെന്നാണ് അതിന്റെ പ്രയോഗത്തിലെ ഗ്രാമറിന്റെ യൂസേജ്, അറബി ഗ്രാമർ. അതേസമയം ഹാദിഹിൽ മജല്ല എന്ന് പറയുന്നത് എന്താണ്? അത് സ്പെസിഫിക് ആണ്. അൽ മജല്ല എന്ന് പറയുന്ന പോലെ തന്നെ സ്പെസിഫിക് ആയി. അവിടെ ഹാദിഹിയുടെ ഉപയോഗമാണ്, അല്ലെങ്കിൽ ഹാദിഹിയുടെ ഉപയോഗമാണ്, പ്രയോഗം എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ ഹാദിഹി ഇതിന്റെ മുന്നിൽ അല്ലുള്ള പദത്തിന് മുമ്പിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മറ്റിടത്ത് എന്താണ്? ഉൽബത്തൽ ഹൽവ ഹാദിഹി. അപ്പൊ അവിടെ അവസാനത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ എന്തല്ല, ഉൽബത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ഉൽബത്ത് സ്പെസിഫിക് അല്ല. വഹാദൽ കിതാബ വഹാദിഹിൽ മലാബിസ, മലാബിസ് എന്ന് പറയുമ്പോൾ ഡ്രസ്സുകൾ, ക്ലോത്ത്സ്. ഹാമിദ് അർജു അല്ലാ തഖുദ്ന, അർജു ഞാൻ എന്താ എടുക്കുന്നേ? റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തിനുമ്മ? അല്ലാ തഖുദ്ന, അല്ലാ തഖുദ്ന. അപ്പൊ തഖുദ്ന അവിടെ എന്ത് ചെയ്യൂല? നമുക്കറിയാം അവിടെ തഖുദ്ന നൂന് കളയുന്ന ഫോമല്ല, അനീന ഊനയിൽപ്പെട്ടതല്ല. അല്ലാ തഖുദ്ന അന്നും ലായും കൂടി ചേർന്നിട്ടാണ് വരുന്നത് കേട്ടോ. അന്നും ലായും കൂടി ചേർത്താ വരുന്നത്. അപ്പോ അന്നും അതിനുശേഷം ലായും കൂടെ വന്നാൽ നസ്ബ് ചെയ്യും. അന്നും അതിനുശേഷം ലായും കൂടെ വന്ന ശേഷം ലായിന് ശേഷം അപൂർണക്രിയ വന്നാൽ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ വന്നിട്ടില്ലേ? അല്ലാ തുശ്രികൂ, അല്ലാ തുശ്രികൂ, അല്ലാ തഖുദ്ന ഹാദിഹിൽ അശ്യാ, ഈ സംഗതികൾ, ഹാദിഹിൽ അശ്യാ, ഈ സംഗതികൾ അല്ലെങ്കിൽ ഈ വസ്തുക്കൾ, കുല്ലഹ, കുല്ലഹ എന്താ? അതല്ല. അപ്പൊ എന്താണ് ഇവിടെ? അൽ-അശ്യാ കുല്ലഹ, ഈ സംഗതികളെല്ലാം. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? നുരീദു അൻ നാഖുദ മഅന ഉൽബത്തൽ ഹൽവ ഹാദിഹി, ഞങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ എന്തെടുക്കണം? ഈ ഒരു ബോട്ടിൽ ഹൽവ എടുക്കാൻ എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞു? ഹാമിൽ ചോദിച്ചു, ആ തുരിദിനാൻ തഖുദന ഷൈഅൻ ആഖർ, മറ്റെന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അൽ ബനാത്ത്, അപ്പൊ പെൺമക്കൾ എന്താ പറഞ്ഞത്? നുരീദു അൻ നാഖുദ ഹാദിഹിൽ മജല്ല, ഈ മാഗസിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഹാദൽ കിതാബ്, ഈ പുസ്തകം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഹാദിഹിൽ മലാബിസ്, മലാബിസ് എടുക്കാനും ഉദ്ദേശിക്കുന്നു. മലാബിസ് പറയുന്ന ഹാദിഹി ഉപയോഗിക്കാൻ എന്താ?
മജല്ലത്ത് ഹാദിഹി ഉപയോഗിച്ചത് എന്തുകൊണ്ടാ? താഴുണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സ്ത്രീലിംഗമാണ്. ആദിയിൽ മലാബിസ് വന്നപ്പോ എന്താ ഹാദിഹി ഉപയോഗിച്ചത്? മലാബിസ് ബഹുജനമാണ്, പുള്ളി ജമ്മൻ മുഅന്നസ്. അപ്പൊ അതുകൊണ്ട് ലൈ ഹാദിഹി ഉപയോഗിച്ചു. എല്ലാ ബഹുജനവും സ്ത്രീലിംഗമായിരുന്നു. അപ്പൊ എന്ത് പറയുന്നു ഹാമിദ്? എന്ത് പറഞ്ഞു? ഉപ്പ എന്ത് പറഞ്ഞു? അർജു അല്ലാ തഅഖുദന, നിങ്ങൾ എടുക്കാതിരിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആദിഹിൽ അഷ്യാ കുല്ലഹ, ഇതെല്ലാം കൂടി. അതാണ് അൽ അഷ്യാ കുല്ലഹ, ഇതെല്ലാം കൂടി നിങ്ങൾ എടുക്കാതിരിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്നൽ മുസ്തഷ്ഫ, കാരണം ഹോസ്പിറ്റൽ, ലാ യസ്മഹു. യസ്മഹു എന്താണ്? കേൾക്കുന്നു. അനുവദിക്കുക, യസ്മഹു അനുവദിച്ചു. അലോ, പെർമിറ്റ്. ലാ യസ്മഹു, അനുവദിക്കുകയില്ല, അവര് പെർമിറ്റ് തരൂല്ല. ബിദുഖൂലി അഷ്യാഅ കസീറത്തിൻ, ബിദുഖൂലി പ്രവേശിക്കുന്നതിന് വേണ്ടി ദുഖൂല് അഷ്യാഅ കസീറത്തിൻ, ഒരുപാട് സംഗതികൾ കൊണ്ടുപോകാൻ അവര് അനുവദിക്കുകയില്ല. ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശനമാണ്. ലാ യസ്മഹു ബിദുഖൂലി, കൊണ്ടുപോകുന്നതിന് അനുവദിക്കുകയില്ല. അഷ്യാഅ കസീറത്തിൻ, ധാരാളം വസ്തുക്കൾ. അപ്പൊ നമ്മളെ വിഷയം എന്താണ്? ഹാദിഹിൽ അഷ്യാഅ കുല്ലഹ. കുല്ലഹ ഖുർആനിലുണ്ട്, ഇതേപോലെ കുല്ലഹ വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും. ഒന്ന് വായിച്ചു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. കുല്ലഹ. അപ്പൊ അസ്മാ, എല്ലാ അസ്മാവും പഠിപ്പിക്കും എന്നർത്ഥം കേട്ടോ. അതേപോലെയാണ് അൽ അഷ്യാഅ കുല്ലഹ, ഇതെല്ലാം കൂടി. ഇന്നൽ മുസ്തഷ്ഫ ലാ യസ്മഹു ബിദുഖൂലി അഷ്യാഅ കസീറത്തിൻ. അയിന ഖദീജത്തു ആയിഷത്തു ഉമ്മു കുൽസൂം, ഖദീജയും ആയിഷയും ഉമ്മു കുൽസൂം എവിടെ? അയ്യുരിദിന അൻ യദ്ഹബന മഅന, അയ്യുരിദിന. അപ്പൊ എന്തായി? അറാദ യുരീദുവിന്റെ യുരിദിന എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ആ യുരീദിന. അപ്പൊ യുരീദു അവൻ ഉദ്ദേശിക്കുന്നു, യുരീദൂന യുരീദു അവൻ ഉദ്ദേശിക്കുന്നു, യുരീദു ആ ആണുങ്ങൾ, യുരീദൂന ആ ആണുങ്ങൾ ഉദ്ദേശിക്കുന്നു. തുരീദു നീ ഒരുത്തൻ ഉദ്ദേശിക്കുന്നു, തുരീദൂന നിങ്ങളാകുന്ന ആണുങ്ങൾ ഉദ്ദേശിക്കുന്നു. യുരിദിന എന്ന് പറഞ്ഞപ്പോ എന്തായി? ആ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നു. ഹിയ തുരീദു, ഹിയ തുരീദു അവൾ ഒരു പെണ്ണ് ഉദ്ദേശിക്കുന്നു. ഹുന്ന യുരിദിന, ആ പെണ്ണുങ്ങൾ യുരിദിന ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ഹിയ തുരീദ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് നമ്മളെ ഒറിജിനൽ ടേബിളിലുള്ളതാണ്. 21 ഫോമാണ്. ആരെങ്കിലും ഒരാൾ ഈ 21 രൂപ എഴുതിയിട്ട് അതിന്റെ ഞാൻ പറഞ്ഞ രീതിയിൽ A4 സൈസിൽ ചുരുങ്ങിയത് A4 സൈസ് വേണം. നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോൾ വലിയ നോട്ട്ബുക്കൊക്കെ വാങ്ങിയാലും മതി, അതല്ലെങ്കിൽ A4 സൈസ് പേപ്പർ ഉണ്ടാക്കിയാലും പേപ്പറിൽ എഴുതിയാലും. എന്നിട്ട് എന്ത് ചെയ്യണം? അതില് 21 രൂപങ്ങൾ വലുതായിട്ട് എഴുതണം. അഡീഷണൽ നമ്മൾ പഠിച്ച ഫോമുകൾ കുറച്ച് ചെറുതായിട്ട്, മറ്റത് നന്നായിട്ട് വലുതായിട്ട് എഴുതിയിട്ട് മറ്റത് കുറച്ച് ചെറുതായിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ വരേണ്ടത് 21 രൂപങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനിടയിൽ ഉള്ള രൂപങ്ങളുണ്ട്. അപ്പൊ ഹിയ വരുന്നിടത്ത് ഹിയ അറാദത്ത് ഹിയ തുരീദു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഹിയ അറാദത്ത് ഹിയ തുരീദു, ഈ 2 രൂപങ്ങളാണ് അവസാനം. അപ്പൊ എന്ത് ചെയ്യുന്നു? അറാദത്തിന്റെയും താഴെയും തുരീദുവിന്റെ ഹിയ അറാദത്ത് ഹിയ തുരീദു, ഹിയ തുരീദുവിന്റെയും താഴെ സ്പേസ് കാണും. അപ്പൊ ഹിയ അറാദത്തിന്റെ ഇടയിൽ സ്പേസ് ഇട്ടാണ്, ഹിയ തുരീദിന്റെ അവസാനം അതിന്റെ താഴെ സ്പേസ് ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് എഴുതാം? ഹുന്ന യുരിദിന, ഹുന്ന യുരിദിന, ആ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പൊ ആയിഷ, ഖദീജ, ഉമ്മ കുൽസൂം എല്ലാം എവിടെ? യുരിദിന യദ്ഹബന. അപ്പൊ 2 ക്രിയ എന്തായാലും എഴുതണം കേട്ടോ. ഇതിവിടെ എന്തൊക്കെ അഹദ വന്നിട്ടുണ്ട്? 3 ക്രിയ. അഹദ വന്നിട്ടുണ്ട്, അറാദ വന്നിട്ടുണ്ട്, ദഹബ വന്നിട്ടുണ്ട്. ഇതില് അപൂർണ ക്രിയയുടെ രൂപങ്ങൾ എഴുതി A4 സൈസിൽ എഴുതി സ്കാൻ ചെയ്ത്
JPG ഫോർമാറ്റിൽ ഗ്രൂപ്പിലാണ്. നിങ്ങൾ ഈ പറയുന്നത് എഴുതിയിട്ട് ഇടുന്നവരെ നോട്ട് ചെയ്യുന്നുണ്ട്, ഇടാത്തവരെയും നോട്ട് ചെയ്യുന്നു. ഞാൻ നോക്കിയാലും നോക്കിയില്ലെങ്കിൽ ആരൊക്കെ ഇടുന്നുണ്ട് ഇല്ലാത്തതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാണ്, ഇത് സ്ട്രോങ് ആയിട്ട്. കാരണം എന്താണ്, നമ്മൾ 21 രൂപ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ബാക്കി അഡീഷൻ രൂപ നമ്മൾ ഓൺ ദ കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. സന്ദർഭം വരുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പൊ സന്ദർഭം വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഇടയിൽ ചേർക്കണം. ഓക്കെ. ആ യുരിദിന് ആ പെണ്ണുകൾ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മോടൊപ്പം പോകുന്നതിന് ഇവിടെ വരുന്നത് എന്നാണ് ആശയം. ഇഹ്ദൽ ബനാത്ത്, ഇഹ്ദൽ ബനാത്ത് എന്താ നമ്മൾ മുമ്പ് പഠിച്ചു. ഇഹ്ദൽ ബനാത്ത്, ഇഹ്ദൽ ഔലാദ്. ബനാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് യഹ്ദ എന്ന സ്ത്രീലിംഗം. ഇഹ്ദൽ ബനാത്ത് പെണ്ണുങ്ങളിൽ ഒരുത്തി, പെൺകുട്ടികളിൽ ഒരുത്തി പറഞ്ഞു. ലാ അദ്രി ഐനഹുന്ന, ലാ അദ്രി ഐനഹുന്ന, എവിടെയാണെന്ന് ആ പെണ്ണുങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അളന്നു അന്നഹുന്ന മാ റജഅന മിനൽ മദ്രസത്തി, അളന്നു ഞാൻ കരുതുന്നു, അന്നഹുന്ന. അപ്പോ ഹുന്നയുടെ പ്രയോഗങ്ങളെ പഠിച്ചു. അന്നയുടെ നമ്മള് ഇന്നഹു ഇന്നഹും പഠിച്ചല്ലോ. അതേപോലെ ഇന്നഹു ഇന്നഹും ഇന്നക്ക് ഇന്നക്കും ഇന്നക്ക് ഇന്നി ഇന്ന, അതേപോലെ ഇന്നഹ ഇന്നഹുന്ന, അതേപോലെ തന്നെയാണ് അന്നയും. അന്നഹുന്ന അളന്നു അന്നഹുന്ന മാ റജഅന. അപ്പൊ എന്തായി? റജഅയുടെ പൂർണ്ണക്രിയാ രൂപത്തിൽ തന്നെ എന്ത് പഠിച്ചു? റജഅ, റജഉ, റജഅത, റജഅതും, റജഅതു, റജഅന, നാം മടങ്ങി. ഹിയ റജഅത്ത്, അവൾ മടങ്ങി. ഹുന്ന റജഅന, ഹുന്ന റജഅന, അത് പൂർണ്ണക്രിയയാണ്. ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അപൂർണ്ണക്രിയയുടെ കാര്യമാണ്. അല്ല, പൂർണ്ണക്രിയ തന്നെ. മാ റജഅന, ആ പെണ്ണുങ്ങൾ മടങ്ങിയില്ല. മിനൽ മദ്രസത്തി, എന്താ അർത്ഥം? മിനൽ മദ്രസത്തിന്റെ അർത്ഥം എന്താ? പാഠശാലയിലേക്ക്. പാഠശാലയിൽ നിന്ന്, സ്കൂളിൽ നിന്ന് മടങ്ങിയില്ല. ഹാമിദ് ഹയ്യാ ബിന യാ ബനാത്ത്, ഹയ്യാ ബിന എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ്സ് ഗോ. ഹയ്യാ ബിന യാ ബനാത്ത്, പെൺകുട്ടികളെ നമുക്ക് പോകാം, നമുക്ക് പോകാം കേട്ടോ. വെല്ലടിച്ച് നിർത്തുകയാണ്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പറഞ്ഞ പോയിന്റുകളിൽ ഫോക്കസ് ചെയ്യുക. ബാക്കി പറഞ്ഞ എക്സസൈസ് ആണ് ഇനി വരാൻ പോകുന്നത്. അടുത്ത പ്രാവശ്യം വരുന്ന എക്സസൈസുകൾ വായിച്ചിട്ട് വരാമെന്ന്, എഴുതിയിട്ട് വരണമെന്ന് ഞാൻ പറയുന്നില്ല, അതുള്ളതില്ല. പക്ഷേ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരെങ്കിലും ഈ പറഞ്ഞ A4 സൈസിൽ ഈ ഫോംസ് എഴുതിയതിന് ശേഷം, നമ്മൾ പഠിച്ച 21 രൂപ എഴുതിയതിന് ശേഷം ഇടയിൽ നമ്മൾ ഈ പാഠത്തിൽ വന്നിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം, വേറെ കളറിൽ വേറെ വലിപ്പത്തിലും എഴുതി സ്കാൻ ചെയ്ത് APK ഫോർമാറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി